നമ്മുടെ ഹൃദയം പൊട്ടുന്ന തരത്തിൽ 2ാം ക്ലാസ്സുകാരിയായ ഒരു പൊന്നുമോളുടെ ഡയറി കുറിപ്പ് വായിക്കാനിടയായി. ആ കുറിപ്പ് ഇങ്ങനെയാണ്: ഇന്ന് സ്കൂൾ ലീവായിരുന്നു. ഉച്ചക്ക് അമ്മ TV വെച്ചപ്പോഴാണ് ഞാൻ വാർത്ത കണ്ടത്. വയനാട്ടിലെ മേപ്പാടി എന്ന സ്ഥലത്ത് ഉരുൾപൊട്ടലുണ്ടായി. ആ നാട് മുഴുവൻ വെള്ളത്തിനടിയിലായി. ഒരുപാട് ആളുകൾ മരിച്ചു, കുറേ പേരെ കാണാതായി, കുറേ വീടുകൾ പൊട്ടിപ്പൊളിഞ്ഞു. TV-യിൽ ആളുകൾ കരയുന്നു. ദൈവം എന്താ ആരെയും രക്ഷിക്കാത്തത്? വളരെ നിഷ്കളങ്കമായ ഒരു 2ാം ക്ലാസ്സുകാരി പൊന്നുമോളുടെ ആ ഒരു നിഷ്കളങ്കതയിൽ നിന്ന് വന്ന എഴുത്തുകളാണ് നമ്മൾ ഈ വായിച്ചത്. മനുഷ്യജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപകടങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും എന്ന് വേണ്ട പലതരത്തിലുമുള്ള പരീക്ഷണങ്ങളിലൂടെയാണ് മുന്നോട്ട് കടന്നു പോകുന്നത്. ഏതൊരു മതവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആശയങ്ങളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും ഈ ഭൂമിയിലുള്ള ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ പടച്ച തമ്പുരാൻ നൽകുമെന്നാണ് മതങ്ങളുടെ കാഴ്ചപ്പാട്. ഈ സാഹചര്യത്തിൽ പടച്ച തമ്പുരാൻ നമ്മളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ പ്രകൃതിയെ ദ്രോഹിക്കരുത്, ഈ പ്രകൃതിയെ ചൂഷണം ചെയ്യരുത്, ഈ പ്രകൃതിയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ദോഷം നമുക്ക് തന്നെയാണ്. പടച്ച തമ്പുരാൻ യഥാർത്ഥത്തിൽ നമുക്കൊക്കെ നല്ലത് ചെയ്യാനും തിന്മ ചെയ്യാനുമുള്ളൊരു ചോയ്സ് തന്നിട്ടുണ്ട്. അതിൽ തിന്മയാണ് നമ്മൾ നിരന്തരമായി ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഫലം ഒരുപക്ഷെ നമ്മളല്ലെങ്കിലും മറ്റു പാവങ്ങളായിട്ടുള്ള ആളുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അതായത് നമ്മളൊരു പ്രദേശത്ത്, വൃഷ്ടിപ്രദേശമോ അല്ലെങ്കിൽ ദുർബലമായ ഒരു പ്രദേശത്ത് അതിന് താങ്ങാവുന്നതിനപ്പുറമുള്ള ബിൽഡിങ്ങുകൾ എടുക്കുകയും അവിടെ നിന്നുള്ള പാറ പൊട്ടിക്കുകയും ഭൂമിക്ക് ഉറപ്പ് നൽകുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പാറ എന്ന് പറയുന്നത്. അത് മുഴുവൻ പൊട്ടിക്കുകയും അവിടെ വലിയ അമ്പരച്ചുംബികളായിട്ടുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ പരിസര പ്രദേശത്തിനാണ് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകുന്നതും അവിടെയുള്ള പാവങ്ങൾക്കാണ് ഈ മനുഷ്യർ ചെയ്യുന്ന ഈ ദ്രോഹത്തിൻ്റെ ദുരന്തം അനുഭവിക്കുന്നത്. വയനാട് ജില്ലയിലൊക്കെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് അതാണ്. ഗാഡ്ഗിൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തി കൃത്യമായി അവലോകനം ചെയ്ത് അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വയനാട് പശ്ചിമഘട്ടം അങ്ങേയറ്റം തകർക്കപ്പെട്ടിരിക്കുന്നു, ഇനിയെങ്കിലും ഇവിടുത്തെ ഉദ്യോഗ സമൂഹം ഒന്ന് ഉണരുകയും അവിടെ അനധികൃതമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ആ പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ ജീവിതം വളരെ പ്രതിസന്ധിയിലും പ്രയാസത്തിലായിരിക്കും. പഴയ കാലത്തൊന്നും വയനാട് ജില്ലയിലും അതുപോലെ സമീപ പ്രദേശങ്ങളിലും ഇങ്ങനെ മാരകമായിട്ടുള്ള ഉരുൾപൊട്ടലോ വലിയ വലിയ വെള്ളപ്പൊക്കമോ ഒന്നും നമ്മൾ കേട്ടിട്ടില്ല. എന്നാൽ ഈ അടുത്ത കാലങ്ങളിൽ 2018 ശേഷം എത്രയെത്ര വെള്ളപ്പൊക്കവും ദുരന്തവും ഉരുൾപൊട്ടലുമാണ് നമ്മുടെ നാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തന്നെ ഈ പ്രകൃതിയെ, ഈ ഭൂമിയെ നശിപ്പിക്കാനുള്ള തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത് കൊണ്ടാണ് ഈ സാധു മനുഷ്യർക്ക് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് നമ്മളൊക്കെ പ്രത്യേകം മനസ്സിലാക്കണം. പിന്നെ മനുഷ്യന്മാർ പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ദുനിയാവ് ഒരു നരകമായിരിക്കും. അദ്ദുനിയാ സിജ്നുൽ മുഅ്മിൻ എന്നാണ്. മുഅ്മിനായ ഒരു മനുഷ്യന് നരകം പോലെയായിരിക്കും ദുനിയാവ്. ഒരുപാട് പരീക്ഷണങ്ങൾ പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത്, നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഖൗഫ് വൽ ജൂ വ നഖ്സിൻ മിനൽ അംവാൽ, നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ ധനനഷ്ടം, അതുപോലെ പേടിയും ബേജാറും തന്നിട്ട്, അതുപോലെ വിശപ്പ് തന്നിട്ട്, ഇങ്ങനെ പലതരത്തിലുമുള്ള പരീക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടായേക്കും. വബശ്ശിരി സ്വാബിരീൻ, അതൊക്കെ ക്ഷമയോടുകൂടി നേരിടുന്നവർക്ക് പടച്ചവൻ്റെ ഉന്നതമായ സ്വർഗമുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാന പരിശുദ്ധമായ ദൈവം എന്തേരെ. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു തിന്മ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ഒരുപക്ഷെ മറ്റു സമൂഹത്തിനായിരിക്കാം. നമ്മൾ ചെയ്തു കൂട്ടുന്നതിൻ്റെയൊക്കെ ഒരു ഫലം സാധുക്കളായിട്ടുള്ള ആളുകൾ കൂടെ അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് പരമാവധി നമ്മൾ ഈ ഭൂമിയെ, ഈ പ്രകൃതിയെ ദ്രോഹിക്കാതെ, പ്രയാസപ്പെടുത്താതെ, അതിൻ്റെ ആ ഒരു നോർമൽ സഞ്ചാരത്തെ ബുദ്ധിമുട്ടാക്കുന്ന തരത്തിലുള്ള അബദ്ധ സഞ്ചാരങ്ങൾ, വേണ്ടാവൃത്തികൾ ചെയ്യുന്നതിൽ നിന്ന് മനുഷ്യൻ മാറി നിന്നാൽ ഈ പ്രകൃതി ഒരു വിധം അപകടങ്ങളെ തൊട്ട് നമുക്ക് മോചനം ഉണ്ടാകുമെന്നൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം.